ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മലബാർ ഡിഷാണ്, ചിക്കൻ കൊണ്ടാട്ടം. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ചിക്കൻ കൊണ്ടാട്ടം, പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, സ്പെഷ്യലാണ്. നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വിത്ത് ബോണാണ്, അത് കട്ട് ചെയ്ത് ശരിക്കും വാഷ് ചെയ്ത് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. സ്ട്രെയിനായി ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുകയാണ്, ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ചേർക്കുന്നത് ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് ബാക്കി നമ്മൾ സോൾട്ട്, ഗരം മസാല, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി എടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്. അധികം എരിവ് ഉണ്ടാവില്ല, നല്ല കളർ ഉണ്ടാവും. ഇനി ലൈം ജ്യൂസ്, നാരങ്ങ നീര്. നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനീഗർ ഉപയോഗിക്കാം. നാരങ്ങ നീരാണ് ബെസ്റ്റ്. ഗരം മസാല നമ്മൾ പൊടിച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മാർക്കറ്റിൽ നിന്ന് ബാക്കി കിട്ടുന്ന പ്രൊഡക്റ്റ് ഒന്നും അത്ര നല്ലതല്ല. ഇനി വീണ്ടും നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇട്ട മസാലകളെല്ലാം ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കടലമാവാണ് ഇടാൻ പോകുന്നത്. അതുകൂടി മിക്സ് ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതിന് റെസ്റ്റ് ചെയ്യാൻ വിടാം. കുറച്ച് നേരം ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി അതിനകത്തിട്ടൊന്ന് പൊരിച്ചെടുക്കാം. കടലമാവ് എടുക്കാം. കൂടുതൽ വേണ്ട, കുറച്ച് മതി. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ബൈൻഡിങ് ആയിട്ട്, ബൈൻഡിങ് കൂടുതലാവരുത്, വളരെ ലൈറ്റായിട്ടാണ് കോട്ടിങ് പാടുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്ത ചിക്കൻ എടുത്ത് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ചിക്കനെ അങ്ങോട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവരുത്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഉള്ളു ഫ്രൈ ആവില്ല, പുറം മാത്രം കളറാവും. ഒരു മീഡിയം ഫയർ മാത്രം കൊടുത്താൽ മതി. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്താൽ അതിന് തനതായ ഒരു രുചി നമുക്ക് കിട്ടുള്ളൂ. അതെ, ചിക്കൻ പാകമായിട്ടുണ്ട്, നമുക്ക് കോരാം. ഈ സ്റ്റൈനറിലേക്ക് പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കുക. മുളക് ക്രഷ് ചെയ്ത് മൂത്ത് തുടങ്ങി. ഇനി നമുക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. സവാള, മഞ്ഞപ്പൊടി എടുക്കാം. മസാലയെല്ലാം മൂത്ത് തന്നെ ഒരു നല്ല വാസന നമുക്ക് വരും, നല്ല സ്മെല്ലാണ്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ ചോപ്പ് ചെയ്തിടാം.
ടൊമാറ്റോ കൂടുതൽ ഇടരുത്, കാരണം അതിൻ്റെ വെള്ളം ഇറങ്ങി കുറച്ച് ഡ്രൈനെസ് കുറയും. നമ്മുടെ മസാലയൊക്കെ ഏകദേശം മൂത്തു. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഓൾമോസ്റ്റ് നമ്മുടെ കൊണ്ടാട്ടം റെഡിയായി. നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫയർ ഓഫ് ചെയ്യുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ ഡിഷിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരവും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള കൊണ്ടാട്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഇതേ റെസിപ്പിയിൽ ഫോളോ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക, കമൻസ് ഞങ്ങൾക്ക് അയച്ചു തരിക. താങ്ക് യു.